Hi all, welcome to Study with PSC Degree Prelims Stage 2 എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x-4, x-2, x എന്നിവ അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2 എന്നത് സൊല്യൂഷൻ. x-4, x-2, x എന്നിവ അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2 എന്ത് വരുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ ഒരു സംഖ്യയ്ക്ക് ഒന്നും അതേ സംഖ്യയും മാത്രമാണ് ഘടകങ്ങളെങ്കിൽ ആ സംഖ്യയെ അഭാജ്യ സംഖ്യകളെന്ന് വിളിക്കും. അപ്പോൾ അഭാജ്യ സംഖ്യകളാണ് 2, 3, 5, 7, 11, 13 എക്സെട്ര. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. അതുപോലെ തന്നെ ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന കണ്ടീഷനിൽ അഭാജ്യ സംഖ്യകൾ ഇട്ട് നോക്കുക. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ എപ്പോഴും ഏറ്റവും ചെറിയ സംഖ്യകൾ ഇട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട്. അന്നേരമേ ഉള്ളൂ എളുപ്പത്തിൽ ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഇട്ട് നോക്കാം. x 2 ആണെങ്കിൽ x-2 0 വരും. അപ്പം 2, അപ്പോൾ ഇവിടെ x-4, x-2, x അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ 0 ഒരു അഭാജ്യ സംഖ്യ അല്ല. അപ്പോൾ ഇവിടെ 2 വരത്തില്ല. 3, x 3 ആണെങ്കിൽ x-2 3 - 2 1 വരും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പം 3 വരത്തില്ല. x 5 ആണെങ്കിൽ 5 - 4 x-4 5 - 4 1 വരും. അപ്പോഴും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. 7, x 7 ആണെങ്കിൽ x-4 7 - 4 3 ഒരു അഭാജ്യ സംഖ്യയാണ്. x-2 7 - 2 5 ഒരു അഭാജ്യ സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ x 7 ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇത് 3 അഭാജ്യ സംഖ്യകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ x+2 x 7 ആണെങ്കിൽ x+2 7 + 2 9 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ x-4, x-2, x അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2 എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ x+2 9 കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ എ ഒരു അഭാജ്യ സംഖ്യയാണ്. അല്ല, 9 ഒരു അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി ഒരു ഭാജ്യസംഖ്യയും അതേസമയം ഒരു പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ്. 9 ഒരു ഭാജ്യസംഖ്യയാണ്. 9 3ൻ്റെ വർഗമാണ്. അതായത് 3 ഒരു പൂർണ്ണസംഖ്യയാണ്. 3ൻ്റെ വർഗമാണ് 9. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഒരു പൂർണ്ണസംഖ്യ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകളും അവയുടെ നെഗറ്റീവ് സംഖ്യകളും 0 ഉൾപ്പെടുന്ന സംഖ്യാഗണമാണ് പൂർണ്ണസംഖ്യ. അപ്പം 3 ഒരു പൂർണ്ണസംഖ്യയാണ്. 3ൻ്റെ വർഗമാണ് 9. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചോദ്യം, 10നെ x% വർദ്ധിപ്പിച്ചാൽ 30നെ x% കുറച്ചാൽ കിട്ടുന്ന അതേ വില കിട്ടുമെങ്കിൽ x എത്ര? സൊല്യൂഷൻ, 10നെ x% വർദ്ധിപ്പിക്കുക, 30നെ x% കുറയ്ക്കുക. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ 10നെ x% വർദ്ധിപ്പിച്ചാൽ അത് 10 + 10x/100 = 30നെ x% കുറച്ചാൽ 30നെ x% കുറച്ചാൽ 30 - 30x/100 ഇത് ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിനെ ഒരു ടേമിലോട്ടാക്കാം, ഒരു സൈഡിലോട്ടാക്കാം, നമ്പേഴ്സിനെ ഒരു സൈഡിലോട്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 10x/100 - 30x/100 ഇങ്ങോട്ട് വരുമ്പോൾ +30x/100 ആവും. അപ്പോൾ ഇവിടെ 30x/100 = 30 +10 ഇങ്ങോട്ട് വരുമ്പോൾ -10. അപ്പോൾ ഇവിടെ 30 - 10
20. ഓക്കെ, അപ്പോൾ ഇവിടെ 10x/100 പ്ലസ് 30x/100, 10x പ്ലസ് 30x 40x/100 ഈസ് ഈക്വൽ ടു 20. Therefore x is equal to 100 into 20 divided by 40. 50 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. ചോദ്യം, ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 സെൻറ്റിമീറ്റർ ആണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? സൊല്യൂഷൻ: ഒരു വാഹനത്തിൻ്റെ ചക്രം ഒരു പ്രാവശ്യം നീങ്ങാനെടുക്കുന്ന ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് d ഇസ് ഈക്വൽ ടു 2πr. ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അതായത് ഒരു വാഹനത്തിൻ്റെ ചക്രം, അതായത് വീല് ഒരു പ്രാവശ്യം നീങ്ങാനെടുക്കുന്ന ദൂരം അത് 2πr ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ചക്രം എന്ന് പറയുമ്പം അതിന് സർക്കിൾ ഷേപ്പാണ്, അതായത് വൃത്തത്തിൻ്റെ ഷേപ്പാണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണ്? 2πr ആണ്. അതുതന്നെയാണ് ഈ ചക്രം ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന ദൂരം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ചക്രത്തിൻ്റെ വ്യാസം തന്നിട്ടുണ്ട്, ഡയമീറ്റർ 77. അപ്പോൾ റേഡിയസ് ആവുമ്പം ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു 77/2 വരും. ഓക്കെ, ഇത് 77/2 സെൻറ്റിമീറ്റർ ആയിരിക്കും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ. പൈയുടെ വാല്യൂ 22/7 ഈസ് ഈക്വൽ ടു 3.14. അപ്പോൾ ഈ 22/7 3.14 ഇട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എടുക്കുന്നത് പൈയുടെ വാല്യൂ 22/7 ആണ്, കാരണം വെട്ടിപ്പോകാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ 22/7 ഇൻറ്റു റേഡിയസ് 77/2 എന്ന് എടുക്കുക. 77/2. അപ്പോൾ ഇവിടെ 7 11 77, 2 11 22. അപ്പോൾ 2 ഇൻറ്റു 11 ഇൻറ്റു 11 121. 121 ഇൻറ്റു 2 242 സെൻറ്റിമീറ്ററാണ് ചക്രം ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന ദൂരം. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? അതായത് 242 ഇൻറ്റു 1000 ഈസ് ഈക്വൽ ടു 2,42,000 സെൻറ്റിമീറ്റർ. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാനായിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2,42,000 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 2420 മീറ്റർ ആണ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എങ്കിൽ നിക്ഷേപ തുക എത്ര? സൊല്യൂഷൻ: നിക്ഷേപ തുക, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. പി 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത തുകയാണ്. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ 5000 രൂപ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ 5 വർഷത്തിൽ ഓരോ വർഷവും 2% കൂടുതൽ പലിശ വെച്ച് കിട്ടും. അപ്പോൾ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് 5 ഇൻറ്റു 2%, 10% റേറ്റ് കൂടുതൽ കിട്ടുമായിരുന്നു. അപ്പം ഈ പിയുടെ 10% റേറ്റാണ്, 10% ആണ് 5000 രൂപ. പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 10%, അതായത് പി ഇൻറ്റു 100 10 ഈസ് ഈക്വൽ ടു 5000 രൂപ. ദെർഫോർ പ്രിൻസിപ്പൽ എമൗണ്ട്, നിക്ഷേപ തുക ഈസ് ഈക്വൽ ടു 5000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10
ഈസ് ഈക്വൽ ടു 50,000 രൂപയാണ് നിക്ഷേപ തുക. ആൻസർ ഓപ്ഷൻ സി. ഇനി ഇതിങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചിന്തിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഫോർമുല പറഞ്ഞുതരാം. അതായത് ഈ പെർസെൻറ്റേജുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം ഇങ്ങനെ വന്നാൽ ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ്. അതിതാണ്. ഇവിടെ ഇപ്പം മോർ ഗെയിനും ഇൻക്രീസ്ഡ് റേറ്റും തന്നിട്ടുണ്ട്. മോർ ഗെയിനും ഇൻക്രീസ്ഡ് റേറ്റും തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന തുക കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. അതായത് ഇവിടുത്തെ ആദ്യം ഉണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, നിക്ഷേപ തുക പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണ്. അപ്പം പി കണ്ടുപിടിക്കാനായിട്ട് മോർ ഗെയിൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇൻക്രീസ്ഡ് റേറ്റ്, ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. അതായത് ഇവിടെ മോർ ഗെയിന് കൂടുതൽ ലാഭം, ഇൻക്രീസ്ഡ് റേറ്റ് അതായത് കൂടിയ നിരക്ക്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഒരു നിശ്ചിത ശതമാനം പലിശയ്ക്കാണ് ഡെപ്പോസിറ്റ് ചെയ്ത്, പിന്നെ അത് 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ 5,000 രൂപ കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇൻക്രീസ്ഡ് റേറ്റ് എന്ന് പറയുന്നത് 10%. മോർ ഗെയിന് 5,000 രൂപ, അതായത് 5,000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രിൻസിപ്പൽ എമൗണ്ട് പി ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇൻക്രീസ്ഡ് റേറ്റ് 10 ഈസ് ഈക്വൽ ടു 50,000. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ. ചോദ്യം, 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? സൊല്യൂഷൻ. 3 സംഖ്യകളുടെ അനുപാതം 3:4:5. അപ്പോൾ സംഖ്യകൾ 3x, 4x, 5x. അവയുടെ തുക 60. അപ്പം 3x പ്ലസ് 4x പ്ലസ് 5x ഈസ് ഈക്വൽ ടു 60. അതായത് 3 4 7 7 5 12x ഈസ് ഈക്വൽ ടു 60. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 60/12 5. അപ്പോൾ സംഖ്യകൾ 3x ഈസ് ഈക്വൽ ടു 3 × 5 15. 4x ഈസ് ഈക്വൽ ടു 4 × 5 20. 5x 5 × 5 25. 15 20 25. ഇതാണ് സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. 15 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു 15 സ്ക്വയർ 225 പ്ലസ് 20 സ്ക്വയർ 400 പ്ലസ് 25 സ്ക്വയർ 625 ഈസ് ഈക്വൽ ടു ആഡ് ചെയ്യാം. 5 5 10 0 ശിഷ്ടം 1 2 2 4 1 5 6 4 10 10 2 12 1250 ആൻസർ ഓപ്ഷൻ എ. ചോദ്യം, 5 മുതിർന്നവർ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 3 കുട്ടികൾ അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 4 മുതിർന്നവരും 2 കുട്ടികളും ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? സൊല്യൂഷൻ. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1 ഡിവൈഡഡ് ബൈ a ഡാഷ് ബൈ a d1 പ്ലസ് b ഡാഷ് ബൈ b d2. ഈ ഫോർമുല ഓർത്ത് വയ്ക്കുക. 1 ഡിവൈഡഡ് ബൈ a ഡാഷ് ബൈ a d1 പ്ലസ് b ഡാഷ് ബൈ b d2. ഇവിടെ a ഡാഷ് b ഡാഷ് ഇത് ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ട ഡീറ്റെയിൽസ് ആണ്. അതായത് a ഡാഷ് 4 മുതിർന്നവർ, b ഡാഷ് 2 കുട്ടികൾ. ഓക്കെ.
എയും ബിയും ഇവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് എ 5 മുതിർന്നവർ, ബി 3 കുട്ടികൾ. എയുടെ കൂടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വരും, ബിയുടെ കൂടെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വരുവേ. ഓക്കെ, അടുത്തത് D1. D1 3 ദിവസം, D2 5 ദിവസം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ഫോർമുല ഓർത്ത് വയ്ക്കാനായിട്ടുള്ള ക്ലൂ ഇതാണ്. കണ്ടുപിടിക്കേണ്ട ഡീറ്റെയിൽസ് ന്യൂമറേറ്ററിൽ വരും, തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഡിനോമിനേറ്ററിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ A' B' ന്യൂമറേറ്ററിൽ വരും, AD1 BD2 ഇത് ഡിനോമിനേറ്ററിൽ വരും. ഓക്കെ, അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ A' 4 ബൈ AD1 5 × 3 പ്ലസ് B' 2 ഡിവൈഡഡ് ബൈ BD2 3 × 5 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 15 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 6 ഡിവൈഡഡ് ബൈ 15 ഈസ് ഈക്വൽ ടു 15/6 ഈസ് ഈക്വൽ ടു 2.5 ഡേയ്സ് ആണ് ആൻസർ. 2.5 ദിവസം. ഇത് ഈ തന്നിട്ടുള്ള ഓപ്ഷനിലില്ല. ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് 3 ദിവസമാണ്. അപ്പം ഈ ആൻസർ തെറ്റാണ്, അതുകൊണ്ട് ഫൈനൽ ആൻസർ കീയിൽ എന്തായാലും ഇത് ഡിലീറ്റ് ആവും. ഓക്കെ, ചോദ്യം. ചുറ്റളവ് 39.6 മീറ്റർ ആയ വൃത്തത്തിൻ്റെ വിസ്തീർണം ഒരു ചതുരത്തിൻ്റെ വിസ്തീർണത്തിന് തുല്യമാണ്. ചതുരത്തിൻ്റെ നീളം 27.72 മീറ്റർ ആണെങ്കിൽ വീതി എത്ര? സൊല്യൂഷൻ. വൃത്തത്തിൻ്റെ വിസ്തീർണം ചതുരത്തിൻ്റെ വിസ്തീർണത്തിന് തുല്യമാണ്. വൃത്തത്തിൻ്റെ വിസ്തീർണം πr² ഈസ് ഈക്വൽ ടു ചതുരത്തിൻ്റെ വിസ്തീർണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് ഇക്വേറ്റ് ചെയ്ത് ബ്രെഡ്ത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ബ്രെഡ്ത്ത് ആണ് വീതി. ഇവിടെ ചതുരത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്, ലെങ്ത് L ഈസ് ഈക്വൽ ടു 27.72 മീറ്റർ. വൃത്തത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. വൃത്തത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ P ഈസ് ഈക്വൽ ടു 2πr ഈസ് ഈക്വൽ ടു 39.6 മീറ്റർ. ദെർഫോർ റേഡിയസ് R ഈസ് ഈക്വൽ ടു 39.6 ഡിവൈഡഡ് ബൈ 2π. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ π × r² 39.6 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 39.6 ഡിവൈഡഡ് ബൈ 2π ഈസ് ഈക്വൽ ടു 27.72 ഇൻറ്റു ബി. പൈയും പൈയും വെട്ടിപ്പോയി. ഈക്വൽ സൈനിൻ്റെ 2 സൈഡിലുള്ള ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും. അപ്പോൾ ഇവിടെ 39.6-നെയും 27.72-നെയും 11 കൊണ്ട് വെട്ടാൻ പറ്റും. അതായത് ഒരു സംഖ്യേനെ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് തന്നിരിക്കുന്ന സംഖ്യയിലെ ഒന്നിടവിട്ടുള്ള അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0-ഓ 11ൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ആ സംഖ്യ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ 6 3 9 -9 0 അപ്പോൾ ഇത് 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം തൊട്ട് വേണം തുടങ്ങാനായിട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ 27.72 2 7 9 -7 2 9 അപ്പോൾ 9 - 9 0 അപ്പോൾ ഇതും 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇനി വെട്ടാം. 11 കൊണ്ട് വെട്ടുമ്പം 11 3 33 33 6 39 അപ്പോൾ 66 വരുമ്പോൾ 11 6 66. അടുത്തത് ഇവിടെ 27.72 11 2 22 പോയിൻ്റ് ഇട്ടു. 57 നട്ട് 11 5 55 22 11 2 22 അപ്പോൾ ഇത് 2.52 ആയി. ഓക്കെ, ഇനി ഇവിടെ 2 × 2 4 അപ്പോൾ 3.6 ഡിവൈഡ് ബൈ 4 അത്
0.9 ആണ്, 0.9. ഓക്കെ, ഇനി 2.52നെ 0.9 കൊണ്ട് വെട്ടാം. അപ്പോൾ ഇവിടെ 9, 2, 18, 7, 25, 72 ആകുമ്പോൾ 2.8 വരും. 2.8 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 39.6 divided by pi is equal to 2.8 into b. Therefore, breadth b is equal to 39.6 divided by പൈയുടെ വാല്യൂ 22/7 എടുക്കുകയാണ്, ഇൻറ്റു 2.8. അതായത് പൈയുടെ വാല്യൂസ് ആണ് 22/7 is equal to 3.14. ഇവിടെ 22/7 എടുത്തത് വെട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2.8/7 എന്ന് പറയുമ്പോൾ 0.4 വരും. 11 കൊണ്ട് വെട്ടാം. 11, 2, 22. 39.6 divided by 11 ആകുമ്പോൾ 3.6 വരും. 3.6 divided by 0.4 9 വരും. 9/2 ആകുമ്പോൾ 4.5. 4.5 ആണ് ആൻസർ, ഓപ്ഷൻ സി. ചോദ്യം, ഒരു സംഖ്യ 12% കണ്ടു കുറച്ചാൽ 1760 കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? സൊല്യൂഷൻ, ഒരു സംഖ്യ 12% കണ്ടു കുറച്ചാൽ, അതായത് ഒരു സംഖ്യയിൽ നിന്ന് ആ സംഖ്യയുടെ 12% കുറയ്ക്കുക. അപ്പോൾ സംഖ്യേനെ എക്സ് ആയിട്ടെടുത്താൽ സംഖ്യ എക്സ്, എക്സിൻ്റെ 12%, അതായത് 12x/100. അപ്പോൾ ഇവിടെ ഒരു സംഖ്യയുടെ 12% കണ്ടു കുറച്ചാൽ 1760 കിട്ടും. അതായത് എക്സിൽ നിന്ന് 12x/100 കുറയ്ക്കുക, അതാണ് 1760. അപ്പോൾ ഇവിടെ ഇത് ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 100x മൈനസ് 12x ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 1760. 100x മൈനസ് 12x 88x/100 ഈസ് ഈക്വൽ ടു 1760. അപ്പോൾ ഇവിടെ 88, 2, 176. അപ്പോൾ ഇവിടെ 20 വരും. അപ്പോൾ therefore x ഈസ് ഈക്വൽ ടു 20 × 100 ഈസ് ഈക്വൽ ടു 2000. സംഖ്യ 2000 ആണ് ആൻസർ, ഓപ്ഷൻ എ. ചോദ്യം, ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചിലവായി എങ്കിൽ അത് 5400 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുക. സൊല്യൂഷൻ, കോസ്റ്റ് പ്രൈസ്, അതായത് ഇവിടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചിലവായി. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് 4800 പ്ലസ് 1200 6000 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് 5400 രൂപ വിറ്റ വില. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇവിടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 6000 മൈനസ് സെല്ലിംഗ് പ്രൈസ് 5400 ഈസ് ഈക്വൽ ടു 600 രൂപയാണ് നഷ്ടം, ലോസ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നഷ്ടശതമാനം ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 100. 10% നഷ്ടം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ഒരു ഉത്തരം ഇല്ല.
ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി 1% നഷ്ടം എന്നാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫൈനൽ ആൻസർ കീ വരുമ്പം ഈ ക്വസ്റ്റ്യൻ മിക്കവാറും ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ 10%. 10% നഷ്ടം. അടുത്ത ചോദ്യം 625/0.16 ഇൻറ്റു 625/0.09 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ 625/0.16 ഇൻറ്റു 625/0.09 ഈസ് ഈക്വൽ ടു, ഇത് a/m ഇൻറ്റു a/n ഫോർമുല. a/m ഇൻറ്റു a/n ഈസ് ഈക്വൽ ടു a/m+n. അപ്പോൾ ഇവിടെ ഇത് 625/0.16 പ്ലസ് 0.09 ഈസ് ഈക്വൽ ടു 0.25 ആണ്. അപ്പോൾ ഇത് 625/0.25. ഇതിന് 625/25 എന്ന് എഴുതാം. 0.25 എന്ന് വെച്ചാൽ 25/100. അപ്പോൾ ഇത് 25/4 100. അപ്പോൾ ഇത് 625/1/4 എന്ന് കിട്ടി. അപ്പോൾ 625ൻ്റെ 4th റൂട്ട് എടുത്താൽ മതി. 625ൻ്റെ 4th റൂട്ട് എടുക്കുന്നത് ആദ്യം 625ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം, വീണ്ടും ആ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഓക്കെ, അതായിരിക്കും 625ൻ്റെ 4th റൂട്ട്. അപ്പോൾ 625ൻ്റെ സ്ക്വയർ റൂട്ട് 25 ആണ്, 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. അപ്പോൾ ഇവിടെ 5 ആണ് 625ൻ്റെ 4th റൂട്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 5. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി 25 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫൈനൽ ആൻസർ കീ വരുമ്പം ചേഞ്ച് ആയിട്ട് വരും, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. റേഡിയം, ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. സൊല്യൂഷൻ, ഇവിടെ ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ ഇത് മൂന്നും ഗ്യാസസ് ആണ്. റേഡിയം ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അപ്പോൾ ഇവിടെ ഒറ്റയാൻ റേഡിയമാണ്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ആകെത്തുക 150ഉം ഗുണനഫലം 45ഉമാണെങ്കിൽ അവയുടെ വ്യുൽക്രമത്തിൻ്റെ തുക എത്രയാണ്? സൊല്യൂഷൻ, വ്യുൽക്രമത്തിൻ്റെ തുക സം ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ആണ്. അതായത് തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം. അപ്പോൾ ഇവിടെ തുക 150, ഗുണനഫലം 45 ഈസ് ഈക്വൽ ടു 15 കൊണ്ട് വെട്ടാം. 15 3 45, 15 10 150. 10/3 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. ഈ ഫോർമുല ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് 2 സംഖ്യകൾ എക്സും വൈയും, അതിൻ്റെ വ്യുൽക്രമങ്ങൾ 1/x 1/y, അതിൻ്റെ സമ്മ്. അപ്പോൾ 1/x പ്ലസ് 1/y ഈസ് ഈക്വൽ ടു, എക്സ് വൈ ആകുമ്പോൾ LCM XY ആയിരിക്കും. അത് ഡിനോമിനേറ്ററിൽ വരും. ന്യൂമറേറ്ററിൽ LCMനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ y പ്ലസ് എക്സ് എന്ന് വരും. അപ്പം ഇത് സം ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ആണ് സംഖ്യകളുടെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 12:20 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? സൊല്യൂഷൻ, തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 11/2 m. m മിനിറ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന സമയം 12:20, അപ്പം മിനിറ്റ് 20. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോണളവ് ഈസ് ഈക്വൽ ടു 11/2 ഇൻറ്റു m 20. 110 ഡിഗ്രിയാണ് കോണളവ്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/2028 ഏത് ദിവസമായിരിക്കും? സൊല്യൂഷൻ, 26/1
2025 അത് സൺഡേ ആണ്. അതിവിടെ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട ദിവസം 26/1/2028 ഏത് ദിവസമാണെന്ന്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക. അത് തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടിയാൽ കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാം. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാനായിട്ട് 26/1/2028 നിന്ന് 26/1/2025 കുറയ്ക്കുക. അപ്പം 3 കിട്ടും. 26/1/2028 മൈനസ് 26/1/2025. അപ്പോൾ ഇത് 3. അപ്പോൾ ഇവിടെ ഓഡ് ഡേയ്സ് 3 ഓക്കെ, അപ്പോൾ ഇനി 3 തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടിയാൽ മതി. തന്നിരിക്കുന്ന ദിവസം സൺഡേ ആണ്. സൺഡേ പ്ലസ് 3, സൺഡേ പ്ലസ് 3 വെനസ്ഡേ ആണ്. അപ്പോൾ ബുധനാഴ്ചയാണ് ആൻസർ, ഓപ്ഷൻ സി. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ ഓഡ് ഡേയ്സ് കിട്ടുമല്ലോ. ഈ ഓഡ് ഡേയ്സ് ഇങ്ങനെ കിട്ടുന്ന ഈ ദിവസം 7 ആണെങ്കിൽ ആ സെയിം ഡേ തന്നെ ആയിരിക്കും വരുന്നത്. 7 കുറവാണെങ്കിൽ, ഇപ്പം ഇതുപോലെ 7 കുറവാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി ഈ ദിവസത്തിൻ്റെ എണ്ണം അങ്ങ് കൂട്ടിയാൽ മതി. ഇനി 7 കൂടുതലാണെങ്കിൽ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കണം ഈ തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടേണ്ടത്. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ചോദ്യം, എർത്ത് എന്ന വാക്ക് ഒരു കോഡ് ഭാഷയിൽ FCUXM എന്നാണെങ്കിൽ അതേ ഭാഷയിൽ സ്പൂൺ എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? സൊല്യൂഷൻ, എർത്ത് FCUXM. അതുപോലെ സ്പൂണിൻ്റെ കോഡ് എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എർത്ത് എങ്ങനെ FCUXM ആയെന്ന് നോക്കാം. EF E+1 ആണ് എഫ്, AC ആയിട്ട് മാറും. അപ്പം A+2 ആണ് C. RU R STU R+3 ആണ് U. TX ആയിട്ട് മാറി T. UVWX T+4 ആണ് X. HM ആയിട്ട് മാറി H. IJKLM H+5 ആണ് M. അപ്പോൾ ഇവിടെ ആദ്യം 1 കൂട്ടി, പിന്നെ 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 4 കൂട്ടി, പിന്നെ 5 കൂട്ടി, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ സ്പൂണിനെ മാറ്റാം. ആദ്യം 1 കൂട്ടാം, S+1 T. അടുത്തത് 2 കൂട്ടണം, അപ്പോൾ P+2 QR R വരും. അടുത്തത് 3 കൂട്ടണം, O+3 O PQR R വരും. അടുത്തത് O+4. അപ്പോൾ ഇവിടെ 6 കഴിഞ്ഞാൽ S വരും, O+4 S. അടുത്തത് ഇനിയിപ്പം 5 കൂട്ടണം, N+5 N OPQRS വരും, N+5 S വരും. അപ്പോൾ ഇത് TRRSS. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 40/10 -4 +32 4 + 10 /2 -1 എന്നതിൻ്റെ മൂല്യം എന്താണ്? സൊല്യൂഷൻ, 40/10 -4 +32 ബ്രാക്കറ്റിനുള്ളിൽ 4 + 10 /2 -1. ഇത് സോൾവ് ചെയ്യുക. കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോട്ട് മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട് മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിൽ വേണം. അപ്പോൾ ഇവിടെ ആദ്യം ബ്രാക്കറ്റിനുള്ളിലെ കാൽക്കുലേഷൻ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ 10/2 5 വരും. അപ്പോൾ ഇത് 4 + 5 -1 എന്ന് വരും. ഇനി ചെയ്യേണ്ടത് അഡീഷനാണ്. അപ്പോൾ 4 + 5 9 വരും. 9 ഇനി സബ്ട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ 9 - 1 8 എന്ന് കിട്ടും. ബ്രാക്കറ്റിനുള്ളിലെ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പം ആ ബ്രാക്കറ്റ് അങ്ങ് മാറി കിട്ടും. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനുള്ളിലെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇവിടെ ഇത് ഇത്രയും 8 കിട്ടി. അപ്പോൾ ഇനി ഇത് വരുന്നത് 40/10 - 4 + 32/8. ഇനി ഇവിടെ ചെയ്യേണ്ടത് ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 40/10 40/10 4, 32/8 4. അപ്പോൾ ഇത് 4 - 4 + 4. ഇനി ഇവിടെ ചെയ്യേണ്ടത് അഡീഷനാണ്. അതായത് 4 + 4 8 വരും. ഇനി സബ്ട്രാക്ഷൻ ചെയ്യണം. 8 - 4 4. 4 ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 5√5 1 എക്സെട്ര എന്ന ശ്രേണിയുടെ n-ാം പദം 1/625 ആണെങ്കിൽ n = സൊല്യൂഷൻ. n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഈ സീരീസ് GP ആണോ AP ആണോ എന്നറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സീരീസ് വന്നിട്ടുള്ള GP GP ആണോ എന്ന് അറിയാനായിട്ട് ചെയ്യേണ്ടത്, ഒരു GPയുടെ ജോമെട്രിക് പ്രോഗ്രഷനിലുള്ള ഒരു സീരീസ് ആണെങ്കിൽ ആ സീരീസിലെ അടുത്തടുത്ത 2 പദങ്ങളുടെ ഹരണഫലം തുല്യമായിരിക്കും. അടുത്തടുത്ത 2 പദങ്ങളുടെ ഹരണഫലം തുല്യം. അപ്പോൾ ഇവിടെ അതായത് ഈ GP എന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും ഈ സീരീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ പൊതുഗുണിതം എന്നാണ് വിളിക്കുന്നത്. ആ പർട്ടിക്കുലർ ചെയ്ത് വരുന്ന നമ്പറിനെ ആ പൊതുഗുണിതം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് ഈ പൊതുഗുണിതം എന്ന് വെച്ചാൽ 6 കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് T2/T1. ഓക്കെ, T2/T1 എന്ന് പറയുന്നത് T2 ഇവിടെ √5 ആണ്, T1 5 ആണ്. √5/5 = 1/√5 എന്ന് കിട്ടും. 1/√5 ആണ് ഇവിടുത്തെ പൊതുഗുണിതം. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അടുത്ത ഒരു സെറ്റും കൂടെ വെറുതെ വേണമെങ്കിൽ ഇന്ന് ചെയ്ത് നോക്കാം. അതായത് T2/T1. അപ്പോൾ ഇത് T2 1 വരും, T1 √5 വരും. അപ്പോൾ 1/√5 പൊതുഗുണിതം 1/√5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ജോമെട്രിക് പ്രോഗ്രഷനിലുള്ള സീരീസ് ആണെന്ന് മനസ്സിലായി. ജോമെട്രിക് പ്രോഗ്രഷനിലുള്ള സീരീസിൻ്റെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-ാം പദം an = AR⁻n-1. അപ്പോൾ ഇവിടെ n-ാം പദം an തന്നിട്ടുണ്ട്, 1/625 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ a എന്ന് വെച്ചാൽ ആദ്യ പദം, 6 പൊതുഗുണിതം n പദങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഇവിടെ a ആദ്യ പദം, ഈ സീരീസിലെ ആദ്യത്തെ പദം 5, 6 പൊതുഗുണിതം കിട്ടിയിട്ടുണ്ട്, 1/√5. an ആണ് n-ാം പദം, അതിവിടെ 1/625. 1/625 ഈ വാല്യൂസ് ഈ ഇക്വേഷനിലോട്ട് കൊടുത്ത് സോൾവ് ചെയ്യാം. അപ്പോൾ n-ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ an 1/625 = A5 × 6 1/√5 n-1. ഓക്കെ, ഇനി ഇവിടെ ഈ ബേസ് ഈക്വൽ ആണെങ്കിൽ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് A⁻m = A⁻n ആണെങ്കിൽ m = n ആയിരിക്കും. ബേസ് ഈക്വൽ ആണ്, അപ്പോൾ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസ് ഈക്വൽ ആക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം 1/625 ഇവിടുത്തെ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന 5നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് ഇവിടെ ഡിവൈഡ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ 1/625 × 5 എന്നായി. ഇവിടെ = 1/√5 n-1. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഈ 625 × 5നെ ഈ √5ൻ്റെ ടൈമിലോട്ടൊന്ന് മാറ്റാം. 625 × 5 = 625 എന്ന് വെച്ചാൽ 25 × 25 × 5. ഇവിടെ ഈ ×5 ഉണ്ടല്ലോ, അതാണ് ×5. ഓക്കെ, അപ്പോൾ ഇവിടെ 625 25 × 25 × 5. ഓക്കെ, അപ്പോൾ ഇവിടെ 25 എന്ന് വെച്ചാലോ 5 × 5. അപ്പോൾ ഇത് 5 × 5 × 5 × 5 × 5. അപ്പോൾ ഇത് എത്രയായി? 5/5 ആയി. ഓക്കെ, 5/5നെ √5ൻ്റെ ടൈമിലോട്ട് മാറ്റാം. 5/5നെ √5ൻ്റെ ടൈമിലോട്ട് മാറ്റുമ്പം √5/10 എന്ന് വരും. അതായത്
5 എന്ന് വെച്ചാൽ √5 ഇൻറ്റു √5 അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ 5⁵5 എന്നുള്ളത് √5⁻10 വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം, 1/625 ഇൻറ്റു 5നെ √5⁻10 ഈസ് ഈക്വൽ ടു ഇത് 1/√5⁻n-1. ഇനി ഈ ഈക്വൽ സൈൻ്റെ രണ്ട് സൈഡിലുള്ള √5നെ ന്യൂമറേറ്ററിലോട്ടൊന്ന് മാറ്റാം. ന്യൂമറേറ്ററിലോട്ട് മാറ്റാനായിട്ട്, അതായത് ബേസിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ പവറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ബേസിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ ഇവിടെ ബേസ് 1/√5 ആണ് ബേസ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? √5 എന്ന് വരും. √5 ഇവിടെ +10 എന്നുള്ളത് പവറിൻ്റെ സൈൻ ചേഞ്ച് ആവും. +10 എന്നുള്ളത് -10 ആവും. ഈസ് ഈക്വൽ ടു ഇവിടെ 1/√5ൻ്റെ റെസിപ്രോക്കൽ എടുത്തു. അപ്പോൾ √5 എന്ന് കിട്ടി. അപ്പോൾ പവറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യും. n-1 എന്നുള്ളത് n എന്നുള്ളത് -n ആകും, -1 എന്നുള്ളത് +1 ആവും. പവറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? ബേസ് ഈക്വലായി അല്ലേ? ഈക്വൽ സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബേസ് സെയിം ആയിട്ട് വന്നു, √5 എന്ന് വന്നു. അപ്പോൾ ഇനി പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അതായത് -10 ഈസ് ഈക്വൽ ടു -n+1. അപ്പോൾ ഇവിടെ therefore n ഈസ് ഈക്വൽ ടു 10 + 1 11. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, രാജു കിഴക്കുവശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. തുടർന്ന് അവിടെ നിന്ന് വലതുവശത്തേക്ക് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒടുവിൽ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ ആരംഭ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? സൊല്യൂഷൻ. ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ ആദ്യം ഡയറക്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി അറിയണം. ഒരു ഡയറക്ഷനിൽ നിന്ന് വലതുവശത്തേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ഇടതുവശത്തേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഫിഗർ വരയ്ക്കാം. രാജു കിഴക്ക് വശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ രാജു ഈ ഒരു പോയിന്റിൽ നിൽക്കുവാണ്. ഇവിടുന്ന് കിഴക്ക് വശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഈസ്റ്റിലേക്ക് 10 കിലോമീറ്റർ. തുടർന്ന് അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പം വലതുവശത്തേക്കാവുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് 20 കിലോമീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പം ഇടത്തോട്ട് തിരിയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടുന്ന് 10 കിലോമീറ്റർ ഇടത്തോട്ട്, 10 കിലോമീറ്റർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. ഒടുവിൽ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇടത്തോട്ട് തിരിയുക. അപ്പോൾ ഇവിടുന്ന് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 35 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് യാത്ര തുടർന്ന് ഇവിടെ എത്തി. അപ്പം ആരംഭ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുമ്പം ഇവിടെ ഈ ഡിസ്റ്റൻസ് ഹൈപ്പോട്ടന്യൂസ് h ആയിട്ട് വരും. ഹൈപ്പോട്ടന്യൂസ് h കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഹൈപ്പോട്ടന്യൂസ് h ഈസ് ഈക്വൽ ടു √ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഓക്കെ, അപ്പം ഇവിടെ ഇത് ഇത്രയുമാണ് ബേസ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് ഹൈറ്റ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ബേസ് എന്ന് പറയുന്നത് ഇവിടെ 10, ഇത് ഇത്രയും 10. ഇത് ഇത്രയും 10 ആണെങ്കിൽ ഇതും 10 ആയിരിക്കും. അപ്പോൾ ഇവിടെ 10 + 10 20, ബേസ് 20. ഓക്കെ, പിന്നെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഇത് ഇത്രയും 35.
ഈ ഡിസ്റ്റൻസ് ഇവിടം തൊട്ട് ഇവിടം വരെ ഇത് 20 അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 20 ആകുമ്പോൾ ഇത് തന്നെയായിരിക്കും ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇത്രയും 20 ഇത് ഇത്രയും 35 അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് 35 മൈനസ് 20 15 ഓക്കെ. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഫോർമുലയിലോട്ട്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് h is equal to root of base 20 സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയർ ഹൈറ്റ് 15 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20 സ്ക്വയർ 400 15 സ്ക്വയർ 225 റൂട്ട് ഓഫ് 400 പ്ലസ് 225 റൂട്ട് 625 ഈസ് ഈക്വൽ ടു 25 കിലോമീറ്ററാണ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് രമേശ്. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39ാം സ്ഥാനത്താണ് ആര്യയെങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? സൊല്യൂഷൻ, ഇവിടെ ഒരു ക്യൂവിലെ ആകെ ആളുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. മുന്നിൽ നിന്ന് 39ാം സ്ഥാനത്താണ് ആര്യ. ഫ്രണ്ടിൽ നിന്ന് ആര്യയുടെ സ്ഥാനം 39. രാജേഷിനേക്കാൾ 8ഉം സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. അപ്പോൾ സുമേഷിനേക്കാൾ 3 റാങ്ക് മുന്നിലാണ് ആര്യ. അപ്പം ആര്യയെക്കാളും 3 റാങ്ക് പിന്നിലായിരിക്കും സുമേഷ് വരേണ്ടത്. അപ്പോൾ സുമേഷിൻ്റെ റാങ്ക് 39 3 42. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. അപ്പോൾ രാജേഷ് വരുന്നത് 42 5 47. രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. അപ്പം രമേശ് സുമേഷിനേക്കാളും 13 റാങ്ക് പിന്നിലായിരിക്കും. അപ്പം രമേശിൻ്റെ റാങ്ക് 42 13 55. പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് രമേശ്. അപ്പം പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് രമേശ്. അപ്പം രമേശിൻ്റെ പുറകിൽ ഇനി 18 പേരും കൂടി ഉണ്ട്. അപ്പോൾ രമേശ് ഫ്രണ്ടിൽ നിന്ന് 55ാമതാണ്, ബാക്കിൽ നിന്ന് 19ാമതാണ്. അപ്പോൾ രമേശിൻ്റെ പുറകിൽ ഇനി 18 പേരും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് രമേശ് 55ാമതാണല്ലോ. അപ്പോൾ 55 18 73 പേരാണ് ക്യൂവിൽ ആകെ ഉള്ളത്. ആൻസർ ഓപ്ഷൻ ഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രാജു രാമിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. വിക്രം രാധയുടെ മകനാണ്. രാധ അരുണിൻ്റെ അമ്മയും രാമിൻ്റെ മുത്തശ്ശിയുമാണ്. കേശു പ്രിയയുടെ അച്ഛനാണ്. കേശു രാജുവിൻ്റെ മുത്തശ്ശനും കൂടിയാണ്. രാധ കേശുവിൻ്റെ ഭാര്യയാണ്. രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സൊല്യൂഷൻ, ഇവിടെ രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? രാജുവിൻ്റെയും രാധയുടെയും റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ രാധ കേശുവിൻ്റെ ഭാര്യയാണെന്ന് തന്നിട്ടുണ്ട്. രാധ കേശുവിൻ്റെ ഭാര്യയാണ്. കേശു രാജുവിൻ്റെ മുത്തശ്ശനാണ്. കേശു രാജുവിൻ്റെ മുത്തശ്ശനാണ്. അപ്പോൾ ഇവിടെ രാധ കേശുവിൻ്റെ ഭാര്യയാണ്. കേശു രാജുവിൻ്റെ മുത്തശ്ശനാണ്. അപ്പം രാജുവിൻ്റെ മുത്തശ്ശൻ കേശു ആണെങ്കിൽ രാജുവിൻ്റെ മുത്തശ്ശി ആരായിരിക്കും? രാധയായിരിക്കും. അപ്പം രാജുവിന് രാധയായിട്ടുള്ള ബന്ധം, രാജു രാധയുടെ ചെറുമകനാണ്. ആൻസർ ഓപ്ഷൻ സി. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. പക്ഷേ ഇതിൽ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ? രാജുവിൻ്റെയും രാധയുടെ റിലേഷനാണ്. അപ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ നോക്കിയാൽ മതി.
അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കി ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? മാത്സ് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷേ കുറച്ച് ടഫാണ്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്